ഉണ്ണിയമ്മേ കുമ്പടി വന്നു. കോഴിമുട്ട ഉടയ്ക്കാൻ വേണ്ടി ആരും കുറുവടി എടുക്കാറില്ല. ഇതുപോലെ ഒരാളെ അറസ്റ്റ് ചെയ്ത കാര്യത്തിലൊന്നും മുഖ്യമന്ത്രി ഇടപെടാറില്ല. ഇവിടെ തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ള കടന്നാക്രമണം 3 വർഷക്കാലം കോൺഗ്രസ് കേരളം മുഴുവൻ ഹർത്താൽ നടത്താൻ വേണ്ടി നവകേരള സദസ്സിനെ ആക്രമിക്കാൻ വേണ്ടി നടത്തിയ കടന്നാക്രമണം അവിടെ എന്തെല്ലാമാണ് ചെയ്തത്? വനിതാ പോലീസിനെ ആക്രമിക്കുന്നത് കണ്ടില്ലേ? ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അവസാനം പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആളുകളെ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചത് കണ്ടില്ലേ? അതിന് പ്രതിപക്ഷ നേതാവ് നേതൃത്വം കൊടുക്കുന്നത് കണ്ടില്ലേ? പിന്നെ അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രോറോഗേറ്റീവാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്, അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ബസ്സിന് പിന്നിലുള്ള വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ യൂത്ത് കോൺഗ്രസുകാരെ അടിച്ചതോ? അവരുടെ കാര്യം എന്തായി? മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ യാത്ര പോകുന്ന ഘട്ടത്തിൽ ആ സുരക്ഷാ ഉദ്യോഗസ്ഥന് വഴി ഇറങ്ങേണ്ടി വന്നിരുന്നുകൊണ്ട് ഇവനെന്ത് വിവരക്കേടാ ചോദിക്കുന്നത്? അല്ല എന്താ, അല്ല അവിടെ പോലീസ് ഉണ്ടായിരുന്നുവല്ലോ, കേരളം മുഴുവൻ കണ്ടതാണല്ലോ, പോലീസ് ഉണ്ടായിരുന്നുവല്ലോ, പോലീസ് അത് കൺട്രോൾ ചെയ്തതാണല്ലോ. പിന്നെ എന്ത് വൈരാഗ്യമാണുള്ളത്? യൂത്ത് കോൺഗ്രസുകാരുടെ എന്ത് വൈരാഗ്യമാണ് ഇവർക്കുള്ളത്? ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഞങ്ങൾ വിപ്ലവകരമായ കാര്യമാണ് ചെയ്യുന്നത്. ആലപ്പുഴയിൽ സംഭവിച്ചത് താങ്കൾ ന്യായീകരിക്കുന്നത് ശരിയല്ല. കോടതി പോലും ഇടപെട്ട സംഭവമാണിത്. കോടതി പോലും ഇടപെട്ട സംഭവമാണ്. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? അത് തന്നെ നിങ്ങളുടെ ആഗ്രഹമാണല്ലോ. എന്ത് ഷൂസ് ആക്കിയതിന് നിങ്ങൾക്ക് ചിലപ്പോ പരാതി കാണും. എന്തുകൊണ്ട് ഇവര് ബോംബെടുത്തില്ലെന്നായിരിക്കും. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? അല്ലല്ല, ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ആരാണ് അനുവാദം കൊടുത്തത് സമരക്കാരെ ലാത്തി കൊണ്ട് അടിക്കാൻ? ഞാൻ ചോദിച്ച ഇത്രയേ ഉള്ളൂ. താങ്കൾ പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അവരുടെ പ്രൊവഗേറ്റീവ് ഉണ്ട്, അതനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ നിർവഹിക്കാമെന്ന്. ഇവരുടെ കാര്യത്തിലൊന്നും നടന്നില്ലല്ലോ. ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുവാൻ കോടതി ആവശ്യപ്പെട്ടതാണല്ലോ. തുടർ നടപടി എന്തുണ്ടായി? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നിങ്ങളുടെ ആഗ്രഹം, മഞ്ജുഷിന്റെ ആഗ്രഹം മുഖ്യമന്ത്രി ബോംബെറിയണം. ബോംബെറിയാൻ പറ്റാത്തവരുടെ ഷൂസെങ്കിലും വെക്കുന്നല്ലോ, സന്തോഷം. ഇത്തരത്തിൽ കേരളം മുഴുവൻ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരും യാത്ര ചെയ്യുന്ന വാഹനത്തെ ഇവർക്ക് ആക്രമിക്കാൻ സൗകര്യം കൊടുക്കണം. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, പട്ടികയായിട്ടാ വന്നത്, നിങ്ങൾ കണ്ടില്ലേ? പട്ടികയായിട്ടാ വന്നത് പെരുമ്പാവൂരില്. അതുപോലെ തന്നെ നമ്മൾ കണ്ടില്ലേ തിരുവനന്തപുരത്ത് പട്ടികയായിട്ടാണ് വരുന്നത്. കൊല്ലത്ത് പട്ടികയായിട്ട് വരുന്ന ആളുടെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ എങ്ങനെ പെരുമാറേണ്ടത്? പിന്നെ 2 കരിങ്കൊടിയായിട്ട് വന്ന ആളുകൾക്ക് നേരെ ഗൺമാൻ ഇങ്ങനെ പെരുമാറിയിട്ട് താങ്കൾ പട്ടികയുമായിട്ട് വന്നതാണ് എന്ന് പറയുന്നത് ശരിയല്ല ശ്രീ കെ അനിൽകുമാർ. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. അവരുടെ കയ്യിൽ ഒരു പട്ടികയും ഇല്ലായിരുന്നു, 2 തുണി ഉണ്ടായിരുന്നു, കറുത്ത തുണി. നിങ്ങളുടെ ആഗ്രഹപ്രകാരം അവര് പ്രവർത്തിച്ചില്ല, ബോംബെടുത്തിട്ടില്ല. ഷൂസ് അറിയാൻ പറ്റിയെടുത്തുള്ള പരിഹാരമാണല്ലോ നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയെ ഷൂസ് എറിഞ്ഞു വന്നു. ആരാ മുഖ്യമന്ത്രിയെ ഷൂസ് എറിഞ്ഞത്? എത്ര എന്താ പറയുന്നത്, ഒരു നെറികെട്ട ആരോപണം എന്നൊക്കെ പറയുന്നു. ഒരു പ്രതിഷേധത്തിന്റെ മഞ്ജുഷ പെരുമ്പാവൂർ ഷൂസ് എറിഞ്ഞില്ലേ? മുഖ്യമന്ത്രിക്ക് താരം ഷൂസ് എറിഞ്ഞു? ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ആ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിക്ക് ഷൂസ് എറിഞ്ഞു എന്നല്ലേ? 1 കോടി 5 ലക്ഷത്തിന്റെ വാഹനം ഷൂസ് എറിഞ്ഞോ ഇല്ലയോ? നവകേരള ബസ്സിലിട്ട് ഷൂസ് എറിഞ്ഞോ ഇല്ലയോ? അനിലിനെ പോലെ ഒരാളൊക്കെ ഒരു ചാനൽ ചർച്ചയിൽ വന്ന് പോലുള്ള ആളുകളൊക്കെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നതും ജനങ്ങൾ കേൾക്കുന്നതുമല്ലേ? ഇതൊക്കെ പെരുമ്പാവൂരിലെ മജിസ്ട്രേറ്റ് അവര് ആ പേപ്പർ എടുത്തെറിഞ്ഞതല്ലേ? ഇവനെന്തായി പറയണത്? ഇതൊക്കെ ഈ രീതിയിലുള്ള ആരോപണങ്ങൾ. അല്ല, ഞാൻ ചോദിക്കുന്നത് ആലപ്പുഴയിൽ ആ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സഫാരി സ്യൂട്ട് ഇട്ട് വന്ന് കടത്തിണ്ണയിലിരിക്കുന്ന ചെറുപ്പക്കാരനെ ഒരു കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. നിങ്ങളെയൊക്കെ ഇപ്പൊ ബാധിച്ചിരിക്കുന്നത് അധികാരത്തിന്റെ അല്ലല്ല, എന്ത് വിളയാട്ടവും കേരളത്തിൽ നടക്കില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ധിക്കാരികളും ഒക്കെ കേരളത്തിൽ. ഒരു സെക്കൻഡ്, സേനാപതി വേണു പറയുന്നത് കേൾക്കൂ, എന്നിട്ട് അതിനുള്ള മറുപടി പറയൂ.
ഷാഫി പറമ്പിൽ 2ാം പ്രതി, എം വിൻസെന്റ് MLA 3ാം പ്രതി. എന്താ ഇവരെയൊക്കെ എന്നാ പിന്നെ വീട് വളഞ്ഞ അറസ്റ്റ് ചെയ്യാൻ എന്താ നിങ്ങൾ മുതിരാത്തത്? എന്തേ നിങ്ങൾ ഈ 4ാം പ്രതിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇത്രയും വ്യഗ്രത കാണിച്ചത്? ഇപ്പൊ അങ്ങ് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, പ്രതികളെ മോചിപ്പിച്ചു. ആ പ്രതികൾ ആരും കൊലപാതകം ചെയ്തിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതല്ല അല്ലേ? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. അവരൊരു സമരത്തിന്റെ ഭാഗമായിട്ട് നിന്ന് മുദ്രാവാക്യം വിളിച്ചതാ. നിങ്ങൾ ഇതൊന്നും ചെയ്യാത്ത ആളുകളാണോ? നിങ്ങൾ ഇതൊക്കെ ചെയ്യാത്ത ആളുകളാ? നമ്മൾ കണ്ടതല്ലേ ചാലക്കുടിയില് പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി ഒരുത്തൻ താണ്ഡവമാടുന്നു. പിന്നെ ചൂടാണ്ട് ഇല്ല. അവനെ പിടിച്ചോണ്ട് പോയ പോലീസ് ഉദ്യോഗസ്ഥനെ സ്റ്റേഷനിൽ പോയി അവനെ ഇറക്കിക്കൊണ്ട് വരുന്നു. അതൊക്കെ നിങ്ങൾ ഭരിക്കുന്ന നാട്ടിൽ നടക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നു. എന്നിട്ട് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥന്റെ പ്രൊറോഗേറ്റീവ് ആണ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകുന്നു. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇത് എവിടെ, ഏത് നാട്ടിലെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? പുലർച്ചെ തരത്തിൽ തെറ്റായ ഒരു കാര്യവും കേരളത്തിലെ LDF സർക്കാർ ചെയ്യുകയില്ല. കേൾക്കാൻ നല്ല രസമുണ്ട്. ഇവര് ഓപ്പറേഷൻ റിംഗ് ടോൺ എന്നൊരു പദ്ധതി ഉണ്ടാക്കി. വെളുപ്പിനെ 3 മണിക്ക് ഇടുക്കിയിൽ പോയി MM മണിയെ അറസ്റ്റ് ചെയ്യാം. അത് ഒരു പ്രസംഗം നടത്തിയ കേസാ. എന്നിട്ട് ആ പ്രസംഗം നടത്തിയ കേസില് MM മണി അറസ്റ്റ് ചെയ്തപ്പോൾ ഇട്ട പേരാണ് ഓപ്പറേഷൻ റിംഗ് ടോൺ. ഇന്നത്തെ മന്ത്രി P രാജീവ് എങ്ങനെയാണ് UDF സർക്കാരിന്റെ കാലത്ത് കൈകാര്യം ചെയ്തത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കാലത്ത് MP ആയിരുന്ന പാർട്ടി നേതാവ് സഖാവ് PK ബിജു XMP അദ്ദേഹത്തെ എങ്ങനെയാണ് കൈവലം കിട്ടല്ലേ നടത്തിയത്? ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, ആന്റണിയുടെ കാലത്ത്. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? ഏത് വിദ്യാർത്ഥി നേതാക്കളാണ് ജയിലിൽ പോകാത്തത്? എല്ലാരും 10-10 നേതാക്കന്മാരായത്. ഇന്ന് ആകെ സംഭവിച്ചത് ഒരാളെ അറസ്റ്റ് ചെയ്തു. അയാളുടെ സംഭവങ്ങളുണ്ട്, നിങ്ങൾ തന്നെ കാണിച്ച വിഷ്വൽസിലുണ്ടല്ലോ. എന്തെല്ലാം അക്രമമാണ് അവർ നടത്തിയത്, അതിന് പിന്തുണ കൊടുത്തത്. അവസാനം പ്രതികളെ അറസ്റ്റ് ചെയ്തപ്പോ പോലീസ് കൊണ്ട് തടഞ്ഞത് ആരാണ്? ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള കാര്യമല്ലേ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അങ്ങനെ നമ്മളെല്ലാം കണ്ണുകൊണ്ട് കാണുന്നൊരു കാര്യം, കണ്ട കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇരട്ടത്താപ്പാണ്. ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്യുന്നു, മറ്റ് സമരങ്ങളിൽ പങ്കെടുത്തവർക്ക് ഇതല്ല, അവർക്ക് കിട്ടുന്ന നീതി ഇതല്ല. ഇപ്പോൾ SFIക്കാരോട് കാട്ടുന്നത് ഇതാണോ? SFIക്കാരോടും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരോടും കാട്ടിയത് ഇതാണോ? അത് തന്നെയാണോ രാഹുൽ മാങ്കൂട്ടത്തിനോടും കാട്ടിയത്? ഇത് മാത്രമേ ഉള്ളൂ. നീതിയാണെങ്കിൽ എല്ലാവർക്കും നീതി, അതാണ് വേണ്ടത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാര് അവരുടെ അധികാരപ്പെട്ട കാര്യം മാത്രം നിർവഹിച്ചിട്ടുണ്ട്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ് നാക്കെടുത്താന്നേ പറയൂ. ഇവരെ കൊണ്ട് ബോംബ് ചെയ്യാനുള്ള അവരുടെ താല്പര്യം നടന്നില്ല. അവരുടെ ശക്തമായ ഇടപെടൽ മൂലം. എന്റെ പൊന്നനിലെ, രണ്ട് കരിങ്കൊടിയായിട്ട് വന്നവർ ബോംബ് എറിയാൻ വന്നവരാണെന്നൊന്നും ഇനി പറയരുത് കേട്ടോ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. നമുക്കറിയാമല്ലോ ഇവരുടെ എന്താ ഉള്ളത്. കുരുമുളക് സ്പ്രേയുമായിട്ട് സമരത്തിൽ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആലപ്പുഴയിൽ വന്ന 2 പേരുടെ കയ്യിൽ ഒരു ബോംബും ഇല്ലായിരുന്നു, ഒരു കുരുമുളക് സ്പ്രേയും ഇല്ലായിരുന്നു. അതെ, എനിക്ക് തോന്നുന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? ഈ വന്ന 2 പേര് മാത്രമേ ഉള്ളൂ നമുക്ക് അറിയാവുന്നത്. ഇതെന്തോ വലിയ പേടി പോലെയാണല്ലോ. ഇത് ഇത്രമാത്രം പേടിക്കുന്നത് എന്തിനാണ്? ഇത്രമാത്രം പേടിക്കുന്നത് എന്താണ് ഈ സമരക്കാരെ? സമരത്തെ നിങ്ങൾ എന്ത് മുതലാണ് പേടിച്ചു തുടങ്ങിയത്? ശ്രീ K. അനിൽകുമാർ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.